الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും എല്ലാ സമയത്തും നമ്മെ നിരീക്ഷിക്കുകയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന നേരായ വഴിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫയും സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്ക് എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ശരിയായ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ, ആ തൗഹീദിൽ മരിക്കാൻ, മരണം വരെ ആ തൗഹീദിന് വേണ്ടി അധ്വാനിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കുട്ടികളെ നമ്മളൊന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ ചില സന്ദർഭങ്ങളിൽ
നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ അവരെ നിർബന്ധിക്കാറുണ്ട്. നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് അവർ നിർവഹിക്കുന്ന നിസ്കാരവും അവർ സ്വമേധയാ തീരുമാനിച്ച് അവർ സ്വയം തയ്യാറായി നിർവഹിക്കുന്ന നമസ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ടാകും. കാരണം ഒന്ന്, അവർ ആഗ്രഹിച്ച് അവർ തന്നെ തീരുമാനിച്ച് ചെയ്യാൻ അതിൽ കുറച്ചുകൂടിയൊക്കെ ഒരു ആത്മാർത്ഥതയും ശ്രദ്ധയും ഒക്കെ ഉണ്ടാകും. എന്നാൽ നമ്മൾ നിർബന്ധിച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ചടങ്ങ് നിർവഹിക്കുക എന്നതിന്റെ അപ്പുറത്ത് അവർക്കതിലൊരു ആത്മാർത്ഥതയും ആനന്ദവും ഉണ്ടാവുകയില്ല. അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. ആരെങ്കിലും ഒരാൾ നിർബന്ധിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ, തനിക്കു വേണ്ടി എന്ന ബോധ്യമില്ലാതെ നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ഒരു ആസ്വാദനവും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ ഒരിക്കലും മനുഷ്യന് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതം നൽകി ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ പറഞ്ഞയച്ചത്? ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ തിരിച്ചു വിളിക്കുന്നതും വീണ്ടും നമുക്ക് ജീവിതം തരുന്നതും എന്തിനു വേണ്ടിയാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമുള്ള വചനമാണ് സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വചനം. അല്ലാഹു പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, നിങ്ങൾക്ക് മരണവും ജീവിതവും അല്ലാഹു സംവിധാനിച്ചു തന്നത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്താണ് അല്ലാഹു നമ്മിൽ പരീക്ഷിക്കുന്നത്? അയ്യക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ. അപ്പൊ സഹോദരങ്ങളെ, എന്താണ് അല്ലാഹു നമ്മുടെ കാര്യത്തിൽ പരീക്ഷിക്കുന്നത്? ജീവിതം പരീക്ഷണമാണ് എന്ന് പറയാൻ ഈ ആയത്ത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, നമ്മൾ പാരായണം ചെയ്യാറുണ്ട്, പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ ആയത്ത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, അക്സറു അമല എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആരാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്, ധാരാളം പ്രവർത്തിക്കുന്നത് ആരാണ് എന്നതിനേക്കാൾ അല്ലാഹു പരീക്ഷിക്കുന്നത് അഹ്സനു അമല, ചെയ്യുന്ന കർമ്മങ്ങളെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് നിർവഹിക്കുന്നത് ആരാണ് എന്ന് അല്ലാഹു നമ്മെ പരീക്ഷിക്കാൻ. അപ്പൊ സഹോദരങ്ങളെ, ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും നന്നായി ചെയ്യണം. നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കണം. സ്വതക്കയും സക്കാത്തും കൊടുക്കുന്നിടത്ത് ഏറ്റവും നല്ല രൂപത്തിൽ അത് നിർവഹിക്കണം. ഏത് ആരാധനാ കർമ്മമാണെങ്കിലും ഏറ്റവും നന്നായി നിർവഹിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ പരീക്ഷിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു കർമ്മം ഏറ്റവും നന്നായി നിർവഹിക്കണമെങ്കിൽ ആ കർമ്മത്തെ ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ആ കാര്യം ചെയ്യുന്നതിൽ മനസ്സിനൊരു സന്തോഷവും ഒരു ഇഷ്ടവും നമുക്കുണ്ടാകണം. അപ്പോഴേ ആ കർമ്മം ഏറ്റവും നന്നായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കങ്ങനെ നമ്മുടെ ആരാധനകൾ ആനന്ദത്തോടുകൂടിയും ആസ്വാദനത്തോടുകൂടിയും നമ്മുടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിയാൽ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വജുഅല ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കൺകുളിർമ, എന്റെ മനസ്സിന്റെ സന്തോഷവും കൺകുളിർമയും തന്നെ ഫിസ്സലാത്ത്, നിസ്കാരത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നിസ്കാരത്തിലാണ് എന്റെ കൺകുളിർമ, നിസ്കാരത്തിലാണ് എന്റെ സന്തോഷം. പള്ളിയിൽ നിന്ന് നിസ്കാരത്തിനുള്ള ബാങ്ക് വിളി കേൾക്കുമ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, സ്വഹാബത്തും തന്നെയും അള്ളാഹുവിന്റെ ദീനിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ചെയ്തു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റവാത്തിബ് സുന്നത്തിന് ലഭിക്കുന്ന പ്രതിഫലം പറഞ്ഞു. നിർബന്ധ നിസ്കാരത്തിന്റെ മുമ്പോ ശേഷവോ ആയി നമ്മൾ നിർവഹിക്കുന്ന സുബഹിന്റെ മുൻപ് 2, ളുഹറിന് മുൻപ് 4, ശേഷം 2, മഗ്രിബിനും ഇശാഇനും ശേഷം ഈ 2 നമ്മൾ നിർവഹിക്കുന്ന റവാത്തിബ് സുന്നത്തുകൾ, അതിന് കിട്ടുന്ന പ്രതിഫലം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും ആ 12 റക്അത്ത് നിസ്കരിച്ചാൽ അവൻ അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കും, അതാണ് അതിന് കിട്ടുന്ന കൂലി. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ ഹദീസ് കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹയാണ്.
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത് കേട്ടു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത് കേട്ട അന്നു മുതൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നെ ഞാൻ ആ 12 റക്അത്ത് പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ല. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് പറഞ്ഞപ്പോ അവരുടെ സഹോദരനായ അംബസ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉമ്മു ഹബീബയിൽ നിന്ന് കേട്ടു. അംബസ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ സഹോദരി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ എനിക്ക് ഈ ഹദീസ് പഠിപ്പിച്ചു തന്നതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഈ 12 റക്അത്ത് ഞാൻ ഒഴിവാക്കിയിട്ടേ ഇല്ല. പിന്നീട് ആ ഹദീസ് നിവേദനം ചെയ്യുന്ന ആ പരമ്പരയിലുള്ള എല്ലാവരും പറയാണ്, ഞങ്ങൾ ഈ ഹദീസ് കേട്ടതിന് ശേഷം ഒരിക്കലും പിന്നെ ഈ 12 റക്അത്ത് ഒഴിവാക്കിയിട്ടില്ല. ഞാൻ നിങ്ങളും എത്ര ആവർത്തി ഈ ഹദീസ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു തുടർച്ച ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് എന്റെ വീട്ടുവേലകൾ ചെയ്യാൻ എനിക്കൊരാളെ സഹായത്തിന് വേണം, എന്നാൽ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, നീ ചോദിച്ചതിനേക്കാൾ നിനക്ക് ഉത്തമമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നീ ഉറങ്ങാൻ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് 33 തവണയും അല്ലാഹു അക്ബർ 34 തവണയും ചൊല്ലി 100 പൂർത്തിയാക്കിക്കൊണ്ട് നീ ഉറങ്ങുക. നിനക്ക് ഇപ്പോൾ നീ ചോദിച്ചതിനേക്കാളും ഉത്തമമായ പ്രതിഫലം കിട്ടുന്ന കാര്യമാണത്. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു തന്നതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അത് പറയാതെ 33, 33, 34 അങ്ങനെ പറഞ്ഞ് 100 പൂർത്തിയാക്കാതെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഒരു രാത്രി പോലും. അപ്പൊ ഇത് കേൾക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് അദ്ദേഹം ഇത് പറയുന്നത്. ആ സമയത്ത് സിഫീൻ യുദ്ധം അടക്കം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, വലാ ലൈലത്ത സിഫീൻ, അലി, താങ്കൾക്ക് മനസ്സിനേറെ പ്രയാസമുണ്ടായ ആ ലൈലത്തു സിഫീൻ ഉണ്ടല്ലോ, സിഫീനിന്റെ രാവ്, അന്ന് താങ്കൾ ഇത് നിർവഹിച്ചിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറയാണ്, വലാ ലൈലത്തു സിഫീൻ, സിഫീനിന്റെ രാത്രി ഞാൻ ഇത് നിർവഹിക്കാതിരുന്നിട്ടില്ല എന്ന്. സഹോദരൻ, എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനുമൊക്കെ ഈ ആരാധനാ കാര്യങ്ങൾ ഇത്രത്തോളം കൃത്യമായി കൊണ്ടു നടക്കാൻ സാധിച്ചത്? എങ്ങനെയാണ് നമുക്കിതിന് കഴിയുക? നമ്മുടെ ആരാധനകളിൽ ആസ്വാദനം കണ്ടെത്താനുള്ള 6 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. 1, നാം സൃഷ്ടിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തിനാണ് എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി അല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ പടച്ചിട്ടേ ഇല്ല, സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, സഹോദരങ്ങളെ, നാം ഇവിടെ വന്നത് തന്നെ കച്ചവടം ചെയ്യാനല്ല, ബിസിനസ് ചെയ്യാനല്ല, രാഷ്ട്രീയക്കാരനാവാനല്ല, ഏതെങ്കിലും പാർട്ടിയുടെ കൊടി പിടിക്കാനല്ല, ഏതെങ്കിലും ഫാൻസിന്റെ ആളുകളാവാനല്ല, മറിച്ച് ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്തെടുക്കുന്ന യഥാർത്ഥ അടിമകളാകാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ എന്തിന് ഇബാദത്ത് ചെയ്യണം? ഞാൻ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് പലപ്പോഴും ഈ ദീനീ കാര്യങ്ങളിൽ ശ്രദ്ധ കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉപജീവനത്തിന്റെയും മറ്റും കാര്യങ്ങളിൽ തിരക്കുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഉപജീവനത്തിന്റെ കാര്യത്തിൽ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമുക്ക് ആരാധനകൾ ആസ്വദിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യബ്ന ആദം, ആദം സന്തതികളെ, മനുഷ്യരെ, തഫറഗ ലി ഇബാദതി, നിങ്ങൾ എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുക, എങ്കിൽ അംല സുദ്റക ഗിന, നിന്റെ ഹൃദയത്തിന് ഞാൻ ഐശ്വര്യം തരും, വ അസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരും, വ ഇല്ലാ തഫഅൽ, അങ്ങനെ നീ എന്റെ ഇബാദത്തിന്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, മലഅതു യദൈക ശുഗ്ല, നിന്റെ കൈകൾക്ക് ഞാൻ തിരക്ക് തരും, ബിസിയാക്കും നിന്നെ, പക്ഷേ വലം അസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കി തരൂല.
എത്ര കൃത്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കൂ. അതിന്റെ അർത്ഥം കച്ചവടം ചെയ്യാതെ, ജോലി ചെയ്യാതെ, മറ്റൊരു കാര്യവും ചെയ്യാതെ പള്ളിയിൽ ഒരു മൂലയിൽ തന്നെ കൂടിയിരിക്കണം എന്നല്ല. നമ്മൾ അതൊക്കെ ചെയ്യണം. പക്ഷെ അതോടൊപ്പം നമ്മുടെ മുഖ്യ അജണ്ട, പ്രധാന ലക്ഷ്യം അള്ളാഹ് ഇബാദത്ത് എടുക്കലാണെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം അള്ളാഹ് നീക്കിത്തരും. നമ്മൾ വിചാരിക്കുന്നത് എന്താ? ജമാഅത്ത് അവിടെ നടക്കുന്നുണ്ട്, ഈ സമയത്ത് അസ്ർ ജമാഅത്ത് അവിടെ നടക്കുമ്പോ ഞാൻ എന്റെ കടയുടെ ഷട്ടറും താഴ്ത്തി പള്ളിയിൽ പോയാല് എനിക്ക് കിട്ടുന്ന ലാഭം നഷ്ടമാകുന്നാണ് നമ്മൾ വിചാരിക്കണേ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത്, നീ അങ്ങനെ ആ ഷട്ടർ താഴ്ത്തി പടച്ചവനുള്ള ഇബാദത്ത് എടുക്കാൻ പള്ളിയിൽ പോകുമ്പോഴാണ് നിന്റെ ദാരിദ്ര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി തരിക. നമ്മൾ ദുനിയാവിന് വേണ്ടി ഓടുകയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, നീ ദീനിന് വേണ്ടി ഓടിക്കോ, നിന്റെ ദുനിയാവ് ഞാൻ ശരിയാക്കി തരും. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള ആളുകളാവുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറതു അലൈഹി. ഒരടിമ ഫറളായ കർമ്മങ്ങൾ ചെയ്യുക എന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ നിസ്കാരം കറക്റ്റ് ചെയ്യലും, നമ്മൾ സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കലും. ഹജ്ജിന്റെ സമയമാണ്, അതിന്റെ രജിസ്ട്രേഷന്റെ അവസാന സമയത്താണ്. നമ്മൾ ഹജ്ജിന് ബാധ്യതയുള്ള ആളുകളാണെങ്കിൽ ആ ഹജ്ജിന്റെ കാര്യത്തിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ എത്തി ആ ഹജ്ജ് ചെയ്യാനും ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ യസാലു അബ്ദി, എന്റെ അടിമ യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ടും എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, ഹത്താ ഉഹിബ്ബ, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പൊ ഫറളും സുന്നത്തും ചെയ്ത പടച്ചോനെ നമ്മൾ ഇഷ്ടാകുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഇഷ്ടത്തെക്കാളും മറ്റെന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഒരു ബാങ്ക് വിളി കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകണം, അള്ളാഹുവേ, ഈ നിസ്കാരത്തെ ഞാൻ പള്ളിയിലെത്തിയാൽ എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാനുള്ള അവസരമാണ് എനിക്ക് കിട്ടുന്നത്. ആ ഫർള് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ജുമാക്ക് പള്ളിയിലെത്തി, ഈ നിയ്യത്ത് നമുക്ക് ഉണ്ടാക്കണം. ഇനി ജുമാ കഴിഞ്ഞാലോ 2 റക്അത്ത് നമ്മൾ ജുമാ നിസ്കരിച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് തന്നെ നിർവഹിക്കുകയാണെങ്കിൽ 4, വീട്ടിൽ പോയിട്ടാണെങ്കിൽ 2 നിർവഹിക്കണം. ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് നമ്മൾ അത് നിർവഹിക്കാൻ മനസ്സ് കാണിച്ചാൽ സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണ്. ആ ഹദീസിന്റെ ബാക്കി എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ അവന്റെ കയ്യും കാലും അവന്റെ കണ്ണും അവന്റെ കാതും ഒക്കെ ഞാനാകും എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമുള്ളതേ അവൻ കാണൂ, ഇഷ്ടമുള്ളതേ അവൻ കേൾക്കൂ, ഇഷ്ടമുള്ളിടത്തേക്ക് പിന്നെ അവന്റെ കാലുകൾ സഞ്ചരിക്കൂ, എനിക്കിഷ്ടമുള്ളതിലെ പിന്നെ അവൻ സ്പർശിക്കൂ. അങ്ങനെ വന്നാൽ പിന്നെ അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാനത് അവന് കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യും. 4ാമത്തെ കാര്യം, ഓരോ കർമ്മത്തിനും കിട്ടുന്ന പ്രതിഫലം എന്താണ് എന്നറിഞ്ഞാൽ ആ കർമ്മം ചെയ്യാൻ ഒരു ആനന്ദം നമുക്കുണ്ടാകും. വളരെ ലളിതമായി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് സുബഹി നിസ്കാരത്തിന് മുൻപുള്ള സുന്നത്ത്. പക്ഷെ അതിന് കിട്ടുന്ന കൂലി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 100 റകഅത്തൽ ഫജ്ർ ഖൈറുൻ മിനദ് ദുനിയാ വമാ ഫീഹാ. ഫജ്റിന്റെ സുബഹിന്റെ 2 റകഅത്ത് സുന്നത്ത് അത് ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അവര് ദുനിയാവും അതിലുള്ള സർവ്വ സ്വത്തും അവന് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായതാണ്. നമുക്ക് ചിലപ്പോ ഒരു 5 സെന്റോ 10 സെന്റോ, ചില ആളുകൾക്ക് 1-2 ഏക്കർ സ്ഥലം ഉണ്ടാവും. ഈ ദുനിയാവിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിലും അത് എത്ര വലിയ നേട്ടമാണ്. അത് കിട്ടുന്നതിനേക്കാളും വലിയ നേട്ടമാണ് സുബഹിന്റെ 2 റകഅത്ത് സുന്നത്ത് നിർവഹിക്കുന്നതിലൂടെ ലഭിക്കുക. ഇതറിഞ്ഞാൽ പിന്നെ എങ്ങനെ സഹോദരങ്ങൾ ആ സുന്നത്ത് നമ്മൾ ഒഴിവാക്കുക? 5ാമത്തെ കാര്യം, നമുക്കൊരു പരലോകത്തെ കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ, എനിക്ക് മരണമുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇബാദത്തിൽ ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത്. ചില മനുഷ്യരുണ്ട്, അവരുടെ കച്ചവടങ്ങളും വ്യവഹാരങ്ങളും വ്യാപാരങ്ങളും ഒന്നും അള്ളാനെ ഓർക്കുന്നതിൽ നിന്നോ നിസ്കാരം നിലനിർത്തുന്നതിൽ നിന്നോ സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നോ അവരെ തടയുകയില്ല. എന്താ അതിന്റെ കാരണം? കച്ചവടമുണ്ട്, ബിസിനസിന്റെ തിരക്കുണ്ട്, വലിയ വ്യവസായിയാണ്, നാട്ടിൽ അറിയപ്പെടുന്ന വ്യാപാരിയാണ്. ഇതൊക്കെയാണെങ്കിലും ഒരിക്കലും അയാൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ, നോമ്പിന്റെ കാര്യത്തിൽ, സക്കാത്തിന്റെ കാര്യത്തിൽ, പടച്ചവനെ ഓർക്കുന്ന കാര്യത്തിൽ ഇതിനൊന്നും അയാൾ വീഴ്ച വരുത്തൂല. എന്തേ കാരണം? അല്ലാഹു പറയാണ്, യഖാഫൂന യൗമാ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഹൃദയവും
കണ്ണും നടുങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. ഒറ്റക്കായി പോകുന്ന, സഹായിക്കാൻ ആരുമില്ലാത്ത, ആകാശം പൊട്ടിപ്പിളരുന്ന, പർവ്വതങ്ങൾ തകർന്നു പോകുന്ന, ഭൂമി വിണ്ടുകീറുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും, എത്ര വലിയ കച്ചവടക്കാരനാണെങ്കിലും, എന്തൊക്കെ തിരക്കുള്ള ആളാണെങ്കിലും, നിസ്കാരത്തിന്റെ കാര്യത്തിൽ, സ്വതക്കയുടെ കാര്യത്തിൽ, സക്കാത്തിന്റെ കാര്യത്തിൽ അവർക്കൊരു ശ്രദ്ധയുണ്ടാകും എന്നുള്ള പറയാണ്. ആറാമത്തെ കാര്യം, നമുക്ക് ഇഹലോകത്തൊരു സന്തോഷ ജീവിതം കിട്ടണമെങ്കിൽ നമ്മുടെ ഇബാദത്ത് നന്നാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മന്നാമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. മൻ അമില സ്വാലിഹൻ, ആരാണോ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാകട്ടെ പെണ്ണാകട്ടെ, വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായി കൊണ്ടാണ് അത് നിർവഹിക്കുന്നതെങ്കിൽ, ഫലനുഹയ്യന്നഹു, അവനെ ഞാൻ ജീവിപ്പിക്കുന്നതാണ്, ഹയാതൻ ത്വയ്യിബാ, അത്യുത്തമമായ വിശിഷ്ടമായ ജീവിതം. ഈ ജീവിതം എവിടെ കിട്ടുന്ന പണ്ഡിതന്മാർ പറഞ്ഞത്, മുഫസ്സിറുകൾ പറഞ്ഞത്, ഇഹലോകത്ത് ലഭിക്കുന്നതാണ്. എന്താ ഈ ഹയാത്തും ത്വയ്യിബയുടെ പ്രത്യേകത എന്നറിയോ? അവന്റെ ഉപജീവനം വിശാലമാകും, അവനുള്ളതിൽ തൃപ്തി ഉണ്ടാകും, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയും, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം അവനുണ്ടാകും, അള്ളാന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയും, എല്ലാത്തിനും ഒരു സന്തോഷം ഉണ്ടാകുന്നതാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്, ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവനക്കൊരു റാഹത്തായ അവസ്ഥ പടച്ചവൻ കൊടുക്കുന്നവർക്ക്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോ എന്ത് ചെയ്താൽ യഥാർത്ഥ വിശ്വാസിയായി, ശരിയായ തൗഹീദുള്ള ആളായി, ഒരു ചരടോ ഏലസോ ഐക്കല്ലോ ഉറുക്കോ ഒന്നും ശരീരത്തിൽ ബന്ധിപ്പിക്കാതെ, ഒരു ജാറത്തിന്റെ മുന്നിൽ പോയും കുമ്പിടാതെ, പടച്ചവനല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാതെ തൗഹീദ് ശരിയാക്കിയിട്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഇബാദത്ത് ചെയ്യുക, നിസ്കാരത്തിൽ, നോമ്പിൽ, സുന്നത്തായ കർമ്മങ്ങളിലൊക്കെ ശ്രദ്ധയുള്ള ഒരാളായി ജീവിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നെങ്കിൽ അള്ളാന്റെ വാഗ്ദാനം ഇവിടെ തന്നെ സമാധാനമുള്ള ഒരു ജീവിതം തരുന്ന പറഞ്ഞേ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട് ഖുർആനിൽ. സൂറത്ത് ത്വാഹയുടെ 124 അല്ലാഹു പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. എന്റെ ഉത്ബോധനങ്ങൾ വിട്ട്, പടച്ച റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ വിട്ടുകൊണ്ട് അതിൽ നിന്നൊരാൾ തിരിഞ്ഞു കളഞ്ഞാൽ അവന് കുടുസായ ജീവിതം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടുത്തെ വിശദീകരണം എന്താ അറിയോ? അവര് പക്ഷെ അവന് ഇഷ്ടമുള്ളത് കഴിക്കുന്നുണ്ടാകും, അവന് ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള അവസ്ഥ ഉണ്ടാകും, അവന് ഇഷ്ടമുള്ളിടത്തായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ അവന്റെ മനസ്സെപ്പോഴും കുടുസത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പടച്ച റബ്ബിനെ വിട്ടുപോയാൽ സമ്പത്ത് കൊണ്ടോ നമ്മുടെ കയ്യിലുള്ള നേട്ടങ്ങൾ കൊണ്ടോ നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയൂല. എന്നാൽ ഒരാളെ ഇബാദത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവന് വിശിഷ്ടമായ ജീവിതം അല്ലാഹു കൊടുക്കും. എന്നിട്ട് ആയത്തിന്റെ ബാക്കിയിൽ അല്ലാഹു പറഞ്ഞത്, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. പരലോകത്ത് ചെല്ലുമ്പോൾ അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ അല്ലാഹു പ്രതിഫലം കൊടുക്കും. അപ്പൊ പരലോകത്ത് വേറെ കൂലി കിട്ടും, ഇഹലോകത്ത് തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തമമായ ജീവിതം നമുക്ക് തരും. സഹോദരങ്ങളെ, ഈ 6 കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഒന്ന്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. എന്റെ ഉപജീവനത്തിൽ അള്ളാഹു ഐശ്വര്യം തരുന്നത്, ബറക്കത്ത് തരുന്നത്, എന്റെ ദാരിദ്ര്യം അള്ളാഹു നീക്കി തരുന്നത് അള്ളാഹ്ക്കുള്ള ഇബാദത്തിന് ഞാൻ സമയം കണ്ടെത്തുമ്പോഴാണ്. ഞാൻ അള്ളാഹുവിനുള്ള ഇബാദത്ത് ഫർളും സുന്നത്തുമായി എടുത്താൽ അള്ളാഹു എന്നെ ഏറെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പ്രതിഫലം അള്ളാഹു തരും. എനിക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, അവിടെ ഞാൻ രക്ഷപ്പെടണമെങ്കിൽ എന്റെ ഇബാദത്തുകളിൽ ശ്രദ്ധ വേണം. ഇഹലോകത്ത് എന്റെ ജീവിതം നന്നാകാനും ഞാൻ സൽക്കർമ്മങ്ങളിൽ സജീവമാകണം എന്ന ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടായാൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ആരാധനകൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആനന്ദം, ഒരു സന്തോഷം നമുക്കുണ്ടാകും. അത് എത്ര ഒറ്റപ്പെട്ടു പോയാലും. നോക്കൂ, നിങ്ങൾ തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് കപടവിശ്വാസികളായ കുറെ ആളുകൾ വിട്ടുനിന്നു. കൂട്ടത്തിൽ വിശ്വാസികളായ ആളുകൾ ചില കാരണങ്ങൾ കൊണ്ട് വിട്ടുനിന്നു. സ്വഹാബത്ത് പറഞ്ഞു, നബി, ഇന്ന ആളുകൾക്കൊന്നും നമ്മുടെ കൂടെ യുദ്ധത്തിന് വന്നിട്ടില്ല. കൂട്ടത്തിൽ അവർ പറഞ്ഞു, അബൂദർ ഗിഫാരിയെയും കാണാനില്ല റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദർ വരും, അദ്ദേഹം വരും, അദ്ദേഹത്തിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറെ സമയം യാത്ര ചെയ്തവരിടത്ത് വിശ്രമിക്കുമ്പോൾ അകലെ നിന്നൊരു മനുഷ്യൻ തലയിൽ ഒരു ചുമടുമായി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പ്രയാസപ്പെട്ടിട്ടാണ് നടന്നു വരുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അബൂദർ ആയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വന്നു നോക്കിയപ്പോൾ അബൂദറാൻ, അദ്ദേഹത്തിന്റെ ഒട്ടകം അവശമായ ഒരു അവസ്ഥയിലായിരുന്നു. ആ ഒട്ടകം വഴിമധ്യേ അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു, അത് ചത്തുപോയി.
ആ ഒട്ടകത്തിന്റെ പുറത്തുള്ള ചുമട് തലയിൽ വെച്ച് അദ്ദേഹം അത്യുഷ്ണത്തിൽ തബൂക്കിലേക്ക് നടന്നു വരാം. എന്റെ സഹോദരങ്ങൾ, അവരുടെ മനസ്സ് ഇനി പകരാനും വേണ്ട, എന്റെ അടുത്തൊരു കാരണം ഉണ്ടല്ലോ പറയാൻ എന്ന് വിചാരിച്ച് തിരിച്ചു പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ചിന്തകളൊക്കെ അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ജമാഅത്തിന് സമയമായ പള്ളിക്ക് പോകാൻ തോന്നുന്നു, ഈ ചിന്ത നമുക്കുണ്ടെങ്കിൽ. എത്ര വലിയ കോടാനുകോടി ലാഭം കിട്ടാനുള്ള ബിസിനസ് ആണെങ്കിലും ഇതിനേക്കാളും വലുത് ആ പള്ളിയിൽ പോയി ഞാൻ നിർവഹിക്കുന്ന 4 റക്അത്താണെന്ന് മനസ്സ് പറയും. നമ്മൾ നോക്കി, ഈ ജുമുഅക്ക് അൽഹംദുലില്ലാഹ് നമ്മൾ ഈ പള്ളി നിറയെ ആളുണ്ട്. ഏറ്റവും നിസ്കാരത്തിന് ആള് കുറയുന്ന സമയം ഏതാണെന്നറിയോ? വെള്ളിയാഴ്ചയുടെ അസറ. വെള്ളിയാഴ്ച ദിവസത്തെ അസറിന് നമ്മൾ എത്ര ആളുണ്ടാവാറുണ്ട് ജമാഅത്തിന്? മനസ്സ് പാകപ്പെടും ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ. അല്ലാഹു തൗഫീഖ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ ചെറിയ കർമ്മങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രതിഫലം തരും. അതിന്റെ ഒരു ഉദാഹരണമാണ്, നമുക്ക് പറയാൻ ഏറ്റവും എളുപ്പമുള്ള 4 ദിക്റാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. എത്ര മിനിറ്റ് വേണം? ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. 1 മിനിറ്റ് തികച്ച് വേണ്ട. പക്ഷെ അതിന് അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. നമ്മൾ സംസാരിക്കുന്ന വാക്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. നമ്മൾ പറയുന്ന സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും ഒക്കെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് എന്ന്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എനിക്ക് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയാൻ കഴിയലാണ് അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്. സൂര്യൻ എന്തിന്റെ ഒക്കെ മുകളിലാണ് ഉദിക്കുന്നത് അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ, സൂര്യൻ ഉദിക്കുന്നത് ഈ ദുനിയാവിലെ സർവ്വ വസ്തുക്കളുടെയും മുകളിലാണ്. അപ്പൊ ദുനിയാവിലുള്ള സർവ്വതും എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ പറയാൻ കഴിയലാണ് എന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെയും കൂട്ടി ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ ഒരു ഉണങ്ങി നിൽക്കുന്ന മരം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് ആ മരത്തിൽ ഒന്ന് ശക്തമായി അടിച്ചു. അതിലെ ഉണങ്ങിയ ഇലകളൊക്കെ താഴെ വീണു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫഖാല ഇന്നൽ ഹംദലില്ലാഹി വസുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുകയാണെങ്കിൽ ലതുസാഖിതു മിൻ ദുനൂബിൽ അബ്ദി കമാ തുസാഖിതു വറഖു ഹാദിഹി ശജറ. ഈ മരത്തിലെ ഇലകൾ പൊഴിഞ്ഞു വീണതുപോലെ ഈ 4 വാക്ക് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ നബിയെ കണ്ടപ്പോൾ പറഞ്ഞു കൊടുത്തതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ കൃഷി സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. നിസ്കാര ശേഷം നമ്മൾ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 33 തവണ അല്ലാഹു അക്ബർ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നിട്ട് 100 തികക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് കൂടി പറഞ്ഞാൽ ഗുഫിറത് ഖതായാ വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. കടലിൽ നുരയോളം പാപമുണ്ടെങ്കിലും അല്ലാഹു അത് പുറത്തു കൊടുക്കും. ഈ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് പറയാൻ എത്ര വലിയ കൂലി കിട്ടുന്ന, വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊക്കെ നിർവഹിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തുക. അല്ലാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗികളായ എല്ലാവർക്കും അല്ലാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. നേരത്തെ ഒരു ക്യാൻസർ രോഗത്തിന്റെ ഒരു തുടക്കം, അതിന്റെ ചില ലക്ഷണങ്ങൾ കണ്ട ഒരു സഹോദരൻ ചികിത്സക്ക് വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. മറ്റൊരു സഹോദരിയുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അവരുടെ കുടുംബം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്കും പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
ഇവിടെയുള്ള പലരും അതിൽ സജീവമായി സഹകരിച്ച ആളുകളാണ്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ ഗൂഢപരിശ്രമങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ആരാധനകളിൽ സന്തോഷം കണ്ടെത്താൻ ഭാഗ്യം ലഭിക്കുന്ന അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين.